മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തെന്ന അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ ആദ്യം ചെറ്റ എന്ന് വിളിച്ചു, പിന്നീട് ചെറ്റത്തരം എന്ന് ഭേദഗതി ചെയ്തു. കോൺഗ്രസ് തനിക്ക് തണൽമരമാണെന്നും ജി സുധാകരൻ പറഞ്ഞു. രണ്ടുപേരും എന്റെ വീടിനടുത്ത് യോഗം വെച്ചു. എടാ സുധാകര വഞ്ചക നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പ്രസംഗിക്കുകയാണ്. ഇതൊക്കെയാണ് അവർ ചെയ്യുക. അക്രമത്തിനാണ്. അവസാനം ചെറ്റയെന്ന് വിളിക്കുക, ചെറ്റത്തരമെന്ന് പിന്നെ ഭേദഗതി ചെയ്യുകയാണ്. ആക്രമിക്കാനുള്ള സന്ദേശമല്ലേ? ആക്രമിക്കാനുള്ള സന്ദേശമാണിത്. മുഖ്യമന്ത്രിയിൽ നിന്നാണിത് വരുന്നത്. ഓർക്കണം, അദ്ദേഹത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോഴും അതിനെ മറികടക്കാൻ പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്ത ആളാണ് ഞാൻ. ഏത് പ്രസ്ഥാനത്തിൽ നിന്നാണ് ആ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥത കൂടിയ പ്രവൃത്തി കള്ളത്തരം കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പാർട്ടിയോട് ചേരുന്നില്ല, സ്വന്തം നേക്കാണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കുണ്ടായ വിഷമം മനസ്സിലാക്കി എനിക്ക് ഉദാഹരണം ഒരു തടൽ മരമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. അന്തസ്സുള്ള പെരുമാറ്റം. ഒരു ചായ പോലും അവരെന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നില്ല. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അവസാനിക്കുന്നില്ല അല്ലേ അശ്വിൻ? തീർച്ചയായും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് ജി സുധാകരൻ എന്ന UDF പേരിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിന്റെ കേന്ദ്ര അശ്വിൻ പറയുന്നത് നമുക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തു എന്നാണ് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ ജി സുധാകരൻ ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു, അതിന് മറുപടി നൽകുന്നു ജി സുധാകരൻ. അങ്ങനെ ഒരു വാക്പോര്, ഒരു വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. നമുക്കറിയാം, ഈ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതാ സുധാകരന്റെ മറ്റൊരു പ്രതികരണം കൂടി വരികയാണ്. തന്നെ ആക്രമിക്കാനായി മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ചെറ്റ പരാമർശമൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, കേൾക്കാമെന്നാണ് കരുതുന്നത്. പറയൂ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ ആരോപണം? UDFന്റെ ആലപ്പുഴ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രിക്കും CPIM നേതാക്കൾക്കുമെതിരെ ജി സുധാകരൻ എന്ന ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. CPIM തന്റെ വീടിന് സമീപത്ത് ഒരു യോഗം വെച്ചു. അതിൽ CPIM നേതാക്കൾ തന്നെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. പിന്നീട് മുഖ്യമന്ത്രി ചെറ്റ എന്ന് വിളിക്കുന്നു. അത് ചെറ്റത്തരമെന്ന ഭേദഗതി ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ആക്രമിക്കാനുള്ള സന്ദേശമായാണ് ജി സുധാകരൻ പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ അത്തരത്തിൽ പറയുന്നു എന്നുള്ളതാണ് ജി സുധാകരന്റെ ആരോപണം. ഈ സമീപകാലങ്ങളിൽ ജി സുധാകരനും പാർട്ടിയും തമ്മിലുള്ള പോര് പല രീതിയിലേക്ക് കടന്നെങ്കിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ ആക്രമിക്കാൻ ആഹ്വാനം നൽകി എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് കൂടി ജി സുധാകരൻ ഇപ്പോൾ കടക്കുകയാണ്. ഒപ്പം ഈ സന്ദർഭങ്ങളിലെല്ലാം തനിക്ക് തണൽമരമായി നിന്നത് കോൺഗ്രസ് ആണ്. ഒരു ചായ പോലും കോൺഗ്രസ് പ്രവർത്തകർ തന്നിൽ നിന്ന് വാങ്ങി കുടിച്ചിട്ടില്ല. അന്തസ്സുള്ള പെരുമാറ്റമാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്ന് ജി സുധാകരൻ ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൽ തന്നെ H സലാമിനും ഒപ്പം സജി ചെറിയാനും CS സുജാതയ്ക്കും അടക്കമെതിരെ ഗുരുതര ആരോപണങ്ങൾ പറയുന്നുണ്ട്. അവരെ പരിഹസിക്കുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIMനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമൃത. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.